നമ്മുടെ കേരളത്തിൽ AI വന്നാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഇന്ന് വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നുള്ള രീതിയിൽ അതൊക്കെ നമ്മുടെ കേരളത്തിൽ പോസിബിൾ ആണോ? വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ AI ഉപയോഗിച്ച് മെഡിക്കൽ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് റോബോട്ടിക് കരങ്ങളിലൂടെ ബ്ലോക്ക് മാറ്റാനും അതുപോലെ ക്യാൻസറസ് സെല്ലുകളെ റിമൂവ് ചെയ്യാനുമുള്ള തെറാപ്പികൾ, അതിനുള്ള ചികിത്സാ രീതികൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ താഴെയുള്ള കമന്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു വിടലാണ് ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തള്ളാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ബൈറ്റ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, ദ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു സീരീസ് ആണ്. അതിനകത്ത് അമേരിക്കയിലുള്ള US-ലുള്ള ഒരു ഹോസ്പിറ്റലും അവിടെ വരുന്ന കുറെ കേസുകളും ഒക്കെയാണ് ഈ സീരീസ് ഫുള്ള് കാണിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന റോബോട്ടിക് ആയിട്ടുള്ള സർജറികൾ നടക്കുന്നുണ്ട്. അതുപോലുള്ള ഈ പറഞ്ഞ റോബോട്ടിക് ചികിത്സാ രീതികളിലൂടെ വളരെ പ്രിസൈസ് ആയിട്ട് അക്യൂറേറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പോസിബിൾ ആവാത്തൊരു കാര്യമൊന്നുമല്ല. ഇപ്പോഴും ഇന്ത്യയുടെ ഏതോ ഒരു കോണിലൊക്കെ നടന്ന് പ്രവർത്തിച്ചു വരുന്ന പ്രാവർത്തികമായ ചികിത്സാ രീതികളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാലികേറ മലയൊന്നുമല്ല, വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വേണമെന്ന് വിചാരിച്ചാൽ കൃത്യമായ ചർച്ചകളും കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴായി ചികിത്സകൾക്കായി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ അത്തരം ചികിത്സകൾ ഇല്ല എന്നുള്ളൊരു സംസാരം കൊണ്ടാണ്, അല്ലെങ്കിൽ കേരളത്തെക്കാൾ മികച്ച ചികിത്സ അമേരിക്കയിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ UDF സർക്കാർ എന്താണ് പറയുന്നത്? അമേരിക്കയിൽ അത്തരത്തിലുള്ള ചികിത്സ പോസിബിൾ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ചികിത്സിക്കാതെ അത് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒട്ടും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ ടെക്നോളജി വികസിച്ചിരിക്കുന്നു, അത് ആരോഗ്യ മേഖലയും വളരെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കുക എന്നൊരു കടമ്പ മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇനി നമ്മൾ വിചാരിക്കപ്പോ അത് അമേരിക്കയിലല്ലേ, അതെങ്ങനെ കേരളത്തിൽ കൊണ്ടുവരും എന്ന് വിചാരിച്ചാൽ അമേരിക്കയിലെന്നല്ല, ഇന്ത്യയിലും ലോകത്തെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ വർക്ക് ചെയ്യാത്ത സ്ഥലമില്ല. മലയാളികളുടെ ബുദ്ധി കൂടി പ്രവർത്തിച്ചാണ് പലയിടത്തും ഇത് കൃത്യമായി പോസിബിൾ ആക്കുന്നത്. ഇതിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള യുവാക്കൾ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ ഈ പറഞ്ഞ വേതനത്തിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈലിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ എക്കോസിസ്റ്റം, ഈ പറയുന്ന ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഇന്ത്യയിൽ കേരളത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത നാളുകളിൽ മൈഗ്രേഷൻ കുറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രെയിനുകളെല്ലാം കേരളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇതൊന്നും കേരളത്തിൽ പോസിബിൾ ആവാത്ത കാര്യങ്ങളൊന്നുമല്ല. ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ടെക്നോളജി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുമുണ്ട്. നമുക്കത് പോസിബിൾ ആക്കാൻ കഴിയും. ഇനി അദ്ദേഹം ഈ ബൈറ്റിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്യാൻസർ ചികിത്സയ്ക്ക് കൃത്യമായിട്ടുള്ള കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെൽ റീപ്ലേസ്മെന്റ് തെറാപ്പികളുണ്ട്. ഇതൊക്കെ കൃത്യമായി നടത്തിയാൽ ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇനി അവയവങ്ങൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുണ്ട്. ഇപ്പോൾ ഹാർട്ട് ആണെങ്കിലും ലിവർ, കിഡ്നി പോലുള്ള ആന്തരിക അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ഇപ്പം എന്റെ ശരീരത്തിൽ മറ്റൊരാളുടെ അവയവം ഘടിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരം എപ്പോഴും ഇതിനെ റിജക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലൈഫ് ലോങ് ഞാൻ എന്റെ ബോഡി ഇതിനിങ്ങനെ റിജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ലൈഫ് ലോങ് ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരും, ഇത് റിജക്ട് ചെയ്യപ്പെടാതിരിക്കാൻ. ഇപ്പോൾ ഒരു ഹൃദയം മാറ്റിവെച്ചാൽ തന്നെയും 10, 15, 20 വർഷങ്ങളാണ് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇതിനെല്ലാം പകരമായി റോബോട്ടിക് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇംപ്ലാന്റ്സ് വയ്ക്കാൻ കഴിയും എന്നുള്ളൊരു സാധ്യതയുണ്ട്. ഇത് പലയിടത്തും നടക്കുന്ന കാര്യമാണ്. പലയിടത്തും ഇംപ്ലാന്റ്സ് വയ്ക്കാറുണ്ട്. ഈ പറഞ്ഞ കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും, ഇനി മറ്റ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണെങ്കിൽ ബ്രെയിനിൽ ഇംപ്ലാന്റുകൾ സ്ഥാപിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കേരളത്തിൽ പോസിബിൾ ആണ്. ഇപ്പൊ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തണം,
എത്ര പേർക്ക് സാധിക്കും? ഇപ്പോൾ എന്നെയോ ആതിരയോ പോലെ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പോസിബിൾ ആണോ? അല്ലെങ്കിൽ ഇതിനും താഴെ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുക എന്നുള്ളത്. ഒരു തവണ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഒരു ചികിത്സ മറ്റൊരു രാജ്യത്ത് പോയി ചികിത്സ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്? ഈവൻ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോലും ഈ പറഞ്ഞ ചികിത്സ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതിനെല്ലാം ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ പറയുന്നത്. AI ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യ മേഖലയെ നന്നായി തന്നെ ബാധിക്കേണ്ടിയിരിക്കുന്നു. കുറെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നീട് VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമുക്കൊരു കാലുവേദന വന്ന് നമ്മൾ ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദമാണ് നല്ലത്, അല്ലെങ്കിൽ ഹോമിയോ ആണ് നല്ലത്, അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മുടെ അസുഖങ്ങൾ എന്താണെന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു അലച്ചിലിന്റെയോ അത്രയും പേർക്കുള്ള കാശ് കൊടുക്കേണ്ടയോ ഒന്നും ആവശ്യം വരത്തില്ല. അതൊരു നല്ല കാര്യമാണ്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പം AI വന്നു, ChatGPT വന്നു, ഇതൊക്കെ നമ്മളൊക്കെ വരുമെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച കാര്യമല്ല. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊക്കെ ഒരു സാധനം ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കിത് എന്ത് സഹായത്തിന്, നമുക്കൊരു ലെറ്റർ എഴുതണമെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ എല്ലാ സഹായവും AI ചെയ്തു തരുന്നുണ്ട്. അപ്പം ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുന്നിടത്ത് അത് നല്ല സാധിക്കും എന്നുള്ളൊരു തെളിവാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. ഏതൊരു രോഗത്തിനും കൃത്യമായ രോഗനിർണയമാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതിനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാകണം. ഇപ്പോൾ ഞാനൊരു തലവേദനയുമായിട്ട് ചെല്ലുമ്പോൾ കുഴപ്പമില്ല, ഒരു സിട്രസിൻ കഴിച്ചോ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിച്ചോ അല്ലെങ്കിൽ ആവി പിടിച്ചോ എന്ന് പറയുന്നതിനേക്കാളും കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്ത് ഇതിന്റെ കോസ് എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കണം. ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയായിട്ട് വരുന്ന ഒരാളെ ഇത്രയും ടെസ്റ്റുകൾ നടത്തി ചികിത്സിച്ച് പുറത്തേക്ക് വിടാനുള്ള ടൈം ഇല്ല. കാരണം ഒരു ദിവസം തന്നെ 500-1000 പേഷ്യൻസിനെ നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരാളുടെ തലവേദനയെക്കാളും ഒരാളുടെ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും കൂടുതൽ പ്രാധാന്യം. നമുക്ക് ഈ പറഞ്ഞ ഒരു ഗ്രാവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആരെയും കുറ്റപ്പെടുത്തി ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പോലും കഴിയില്ല. അത്രയും വർക്ക് ലോഡിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലൊരു AI അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പേരോ നമ്പറോ കൊടുത്ത് എൻ്റെ റിപ്പോർട്ടും കൊണ്ടുകൊടുത്താൽ ഇത്രയും നാൾ എൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാണ്. ഇപ്പോൾ നമ്മൾ സർക്കാർ ആശുപത്രികളിൽ പോയാൽ നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും വരും. ഇതുപോലെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയും വരണം. നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളിൽ എന്തൊക്കെയുണ്ട്, ഇപ്പോൾ അബോധാവസ്ഥയിൽ വരുന്നൊരു രോഗിയുടെ അല്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയാത്തൊരു രോഗിയുടെ പേരോ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയോ കിട്ടിയാൽ അദ്ദേഹത്തിന് എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നടക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ വിചാരിക്കില്ലേ, ഗൾഫിൽ ഇരിക്കുന്ന ആളെ നമ്മൾ എങ്ങനെ കണ്ട് സംസാരിക്കും? ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് വീഡിയോ കോളൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ കമന്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ അതൊന്ന് ചിന്തിക്കണം. 20 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കണ്ട് സംസാരിക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. ഇന്നതുണ്ട്. ഇവിടെ ഇരുന്ന് എനിക്ക് അമേരിക്കയിലേക്കോ UK-യിലേക്കോ കാനഡയിലേക്കോ എത്ര നേരം വേണമെങ്കിലും എൻ്റെ ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതും പോസിബിൾ ആണ്. അത്രയും വളരുകയാണ് നമ്മുടെ ടെക്നോളജി ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അടിയിൽ വന്നൊരു കമന്റാണ്, 5-6 വർഷം ഡോക്ടറേറ്റ് പഠിച്ചല്ലേ, ഡോക്ടർ ആവാൻ പഠിച്ചവർക്ക് അപ്പൊ ഇനി ഒരു ഗുണമില്ലേ, അവരൊരു നോക്കൂത്തി ആവുകയാണോ എന്നുള്ള രീതിയിൽ കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്. അപ്പം അവർക്ക് ഇതിനെ പറ്റി ഒരു വ്യക്തത വരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, കാരണം ഇതിൽ AI വരുന്നതോടുകൂടി ഡോക്ടർമാരെ അങ്ങോട്ട് മാറി നിൽക്ക്, ബാക്കി റോബോട്ടുകൾ നോക്കും എന്നുള്ള പോസിബിലിറ്റി അല്ല ഇവിടെ ഉള്ളത്. ഡോക്ടർമാരാണ് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് എന്ന് മാത്രം. ഇപ്പൊ ഈ പറഞ്ഞ ശസ്ത്രക്രിയകൾ, ബ്ലോക്ക് മാറ്റൽ രീതികൾ, അപ്പോൾ അത് ഈ ചെറിയൊരു സ്യൂച്ചർ പോലുള്ള ഒരു സാധനം അകത്തേക്ക് കടത്തിവിടുന്നത് ഡോക്ടർമാരാണ്. പക്ഷെ ഇതിനൊരു റോബോട്ടിക് സഹായം ഉണ്ടാകും, അതിലൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഉണ്ടാകും. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ഡയഗ്നോസിസിന്റെ കാര്യം പറഞ്ഞു. ഒരു രോഗം നിർണ്ണയിക്കാൻ ആദ്യം നമുക്ക് ടെക്നോളജിയുടെ സഹായം ലഭിക്കുന്നു, അതിനുശേഷം ഡോക്ടർമാർ അതിൽ ഇടപെടുന്നു. ഇതിൽ ഡോക്ടർമാരുടെ ജോലി എളുപ്പമാകും എന്നല്ലാതെ അതിൽ നിന്ന് എങ്ങനെയാണോ ഡോക്ടർമാരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുക? ഏതെങ്കിലും ഒരു എൻഡിൽ ഡോക്ടർമാരുടെ ആവശ്യം, ഇപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ മറ്റ് പ്രൊഫഷണലുകൾ, അസിസ്റ്റന്റുമാർ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യവും കൃത്യമായി തന്നെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു
കുറച്ചുകൂടി ഒരു ജോലി സാധ്യത വർദ്ധിക്കും. ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാവീണ്യം നേടിയ ആൾക്കാരുടെ നിയമനങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അത്തരത്തിൽ കുറച്ചുകൂടെ വൈഡ് ആവുകയുള്ളൂ, അല്ലാതെ ഡോക്ടർമാരുടെ ജോലി പോകില്ല. നമ്മൾ എപ്പോഴും ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ പോലും നമ്മളൊരു ഡോക്ടറെ കണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് അവർ ഇത് അവരുടെ എൻഡിലൂടെ വന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക. എങ്ങനെ നോക്കിയാലും ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സാധാരണക്കാരന് പോലും ഇത് ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു വലിയ ഓപ്പൺ സർജറി നടത്തുന്നതിനേക്കാൾ ഒരു ചെറിയൊരു ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ചെറിയൊരു സർജറി നടത്തുന്നതിനായിരിക്കും കുറച്ചുകൂടെ റിക്കവറി റേറ്റ്, പെട്ടെന്ന് നടന്ന് വീട്ടിൽ പോകാൻ കഴിയുമായിരിക്കും. അതിൽ നിന്ന് ഈ പറയുന്ന പോലെ കിടക്കകൾ പെട്ടെന്നൊഴിയും, ആൾക്കാർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടി അവർ റിക്കവറായി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ ഈ RCCയിലും മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ആൾക്കാരാണ് അവിടെ കാത്തുകെട്ടി കിടക്കുന്നത്, ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ മാറാൻ സാധിക്കുവാണെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് വലിയ നേട്ടമായിരിക്കും ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്നത്.